എനിക്ക് 31 വർഷം പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ, അതിനുശേഷം 16 വർഷമായിട്ടും കയറി ഇറങ്ങുന്ന, നിരന്തര ബന്ധം പുലർത്തുന്ന എൻ്റെ കലാലയമുറ്റത്ത് ഒരു മരമുണ്ടായിരുന്നു. നഗരമധ്യത്തിൽ സ്ഥലപരിമിതി മൂലം വല്ലാതെ വീർപ്പുമുട്ടുന്ന ഒരു സ്ഥാപനമാണത്. അതുകൊണ്ട് തന്നെ കോളേജ് വളപ്പിനുള്ളിൽ മരങ്ങൾ വളരെ കുറവായിരുന്നു. ഉള്ളവ തന്നെ കെട്ടിടങ്ങൾ പൊളിക്കുകയും പുതുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നശിച്ചു പോവുകയും പതിവായിരുന്നു. ആ കോളേജ് മുറ്റത്ത് ഏറ്റവും ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഒരു കുഞ്ഞു മരമുണ്ടായിരുന്നു. അധികമൊന്നും പൂത്ത് കണ്ടിട്ടില്ലാത്ത ഒരു കാട്ടുകൊന്ന മരം. ക്ലാസ്സുകൾ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യാൻ കൽപ്പിക്കുന്ന വലിയ മണി തൂക്കിയിട്ടിരുന്നത് ആ മരത്തിൻ്റെ ഒരു കൊമ്പിലായിരുന്നു. മരത്തിൻ്റെ താലി പോലെ മണി തൂക്കിയ ആ മരത്തെ കുട്ടികൾ മണിമരമെന്നും ബെൽട്രി എന്നും ഒക്കെ വിളിച്ചു തുടങ്ങി. ആ കാട്ടുകൊന്ന മരത്തിൻ്റെ താഴെ ഒരു കുഞ്ഞു തറയുണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ മലയാള വിഭാഗക്കാർ മണിത്തറ എന്ന് വിളിക്കുകയും അവിടെ കവിതാപാരായണ പരിപാടികൾ നടത്തുകയും ചെയ്തു. മണിമരത്തിൻ്റെ മണിത്താലി തന്നെ ഒടുവിൽ ആ മരത്തിൻ്റെ അന്ത്യം കുറിച്ചു. മണി തൂക്കിയ ഇരുമ്പ് ചങ്ങല മരം വളർന്നപ്പോൾ കൊമ്പിലേക്ക് ആഴ്ന്നിറങ്ങി ജീവപ്രവാഹം നിലപ്പിച്ച് ആ കൊമ്പിനെ ഉണക്കി. അപ്പോൾ ആ കൊമ്പ് വെട്ടിക്കളഞ്ഞ് മണിയെടുത്ത് മറ്റൊരു കൊമ്പിൽ തൂക്കും. പതുക്കെ ആ കൊമ്പും ഉണങ്ങി തുടങ്ങുകയായി. ഒടുവിൽ ഒരു ചാഞ്ഞ മരക്കൊമ്പ് മാത്രം തടിയിൽ ബാക്കിയായി. മണിത്താലിയും കഴുത്തിൽ കെട്ടിത്തൂക്കി ചാഞ്ഞ് ഒടുവിൽ ആ മരം ജീവൻ വെടിഞ്ഞു. കഴുത്തിൽ താലിച്ചരട് മുറുകി കഴിവുകളും വ്യക്തിത്വവും മുരടിച്ച് ജീവിതം ശുഷ്കിച്ച് ഉണക്ക മരം പോലെ കഴിഞ്ഞുകൂടുന്ന സ്ത്രീജന്മങ്ങളുടെ പ്രതീകമാണ് ആ മരമെന്ന് തോന്നിയിട്ടുണ്ട്. താലിച്ചരട് ജീവിതത്തിന് കുരുക്കാകാതെ നോക്കാൻ പെൺകുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പും ആശംസയും ബാക്കി വെച്ചിട്ടാണ് ആ മണിമരം സ്വജീവൻ വെടിഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് കോളേജ് മുറ്റത്ത് ആ മണിത്തറയില്ല, വേറെ മണിമരവുമില്ല. ഒരേ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന 5-6 അലങ്കാര പനകളും അവയ്ക്ക് ചുവടെ നെടുനീളത്തിൽ മസൃണ ശിലാപാളികളാൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളുമാണ്. മധുര സല്ലാപ കളിചിരികളോടെ ഇരിപ്പിടങ്ങളിൽ അമർന്നും ആർത്തുല്ലസിച്ച് കോളേജ് അങ്കണം ആനന്ദോദ്യാനങ്ങളാക്കി മാറ്റിയും നവയൗവന പൊടിപ്പുകൾ തിമിർക്കുന്നത് കണ്ടുകൊണ്ട് പഴയ മണിമരത്തിൻ്റെ ആത്മാവ് അവിടെ തങ്ങി നിൽപ്പുണ്ടാവുമോ? നമ്മുടെ പെൺകിടാങ്ങൾ അച്ഛനമ്മമാരുടെയും പ്രിയ ഗുരുക്കന്മാരുടെയും കളിക്കൂട്ടുകാരുടെയും സന്നിധിയിലെന്ന പോലെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലും സന്തോഷിച്ചും സംതൃപ്തി പൂണ്ടും കഴിയാൻ ഇടവരട്ടെ എന്നാണ് ഈ പുലർവേളയിൽ എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ശുഭദിനം.